രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവവികാസങ്ങളോടെയാണ് മുൻ എം.എൽ.എയും മുതിർന്ന നേതാവുമായ പി.കെ. ശശി CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ടത്. പാർട്ടി പുറത്താക്കലിലേക്ക് നയിച്ച സാഹചര്യം ഇന്നും വ്യക്തമല്ല. പാലക്കാട് ചന്ദ്രനഗറിൽ നടന്ന ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടായ്മ എന്ന പേരിൽ വിളിച്ചുകൂട്ടിയ വിമത കൺവെൻഷനിൽ പി.കെ. ശശി പങ്കെടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. കൺവെൻഷനിൽ സംസാരിക്കവേ CPM ജില്ലാ നേതൃത്വത്തിനെതിരെയും പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ശശി ഉന്നയിച്ചതാണ്. വെറും ആരോപണങ്ങൾക്കും അപ്പുറം അത് കേരളം മുഴുവൻ ഏറ്റുപാടുകയും ചെയ്തു. പാർട്ടിയിൽ വലിയ തോതിൽ അഴിമതിയും പണപ്പിരിവും നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അന്ന് തുറന്നടിച്ചത്. പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി വിമത കൺവെൻഷന് നേതൃത്വം നൽകുകയും പരസ്യമായി നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തതിന് പിന്നാലെ യോഗം നടക്കുന്നതിനിടെ തന്നെ CPM സംസ്ഥാന നേതൃത്വം പി.കെ. ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. നേരത്തെ തന്നെ പാർട്ടിയിൽ വിവിധ വിഷയങ്ങളിൽ തരം താഴ്ത്തലുകളും ആഭ്യന്തര ഭിന്നതകളും നേരിട്ട് പാർട്ടി നേതൃത്വവുമായി അകന്നു നിൽക്കുകയായിരുന്നു പി.കെ. ശശി. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ശശി നേരത്തെ ഒഴിഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ശശിയുടെ നിലപാടുകൾ CPM-നെ ഇന്നും വട്ടം കറക്കുന്നുണ്ട്. അതിനു പുറമെ ഏതെങ്കിലും പൊതുവേദികളിൽ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ പിന്നെ പറയണ്ട, CPM-നെ ശശി വാരി അലക്കും. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാലക്കാട് മണ്ണാർക്കാട് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിച്ച ശശി തകർത്തടിച്ചാണ് വിമർശനം ഉന്നയിച്ചത്. MP ഗോവിന്ദനെ അടക്കം വാരി വലിച്ച് നിലത്തടിച്ചാണ് ശശി സംസാരിച്ചത്. EMS പഠന ഗവേഷണ കേന്ദ്രവും അവിടുത്തെ പാർട്ടി ക്ലാസും അടക്കം ശശി വിശദീകരിച്ചു. ആ പ്രസംഗം കേട്ടു നോക്കാം. അനന്തമായ പഠന ക്ലാസ് അതാർക്കില്ല. അത് എത്ര ദിവസം ഞങ്ങൾക്ക് ഒരു പകുതി ദിവസം ഇരിക്കൂല. ഞാൻ 14 ദിവസം ഇരുന്നാലാ EMS അക്കാഡമിയിൽ. ഫോൺ എടുക്കാൻ പാടില്ല, ഭാര്യക്ക് വിളിക്കാൻ പാടില്ല, കുട്ടികൾക്ക് വിളിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. EMS അക്കാഡമി എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. 14 ദിവസത്തെ ക്ലാസ്. അപ്പൊ ഞാൻ പാലക്കാട്ടിലെ പരിപാടി പങ്കെടുത്തിട്ട് ഞാൻ പ്രസംഗിച്ചു. ആ 14 ദിവസം എന്റെ ആയുസ് പോയി എന്ന് ഞാൻ കണക്കാക്കി എന്ന് പറഞ്ഞു മനസ്സിലായ. എന്നിട്ട് ക്ലാസ് എടുക്കുക. സ്ഥിരം കുറെ അക്കാഡമിഷ്യൻസ് ഉണ്ട്. ഒരു അക്കാഡമിഷ്യൻ MP ഗോവിന്ദനാണ്. മൂപ്പര് 1970-കളിൽ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് മൂപ്പരെ കയ്യില്. ആ കാര്യം എടുക്കുകയാണ്. മൂപ്പര് ഈ ലോകത്ത് മാറ്റം വന്നത്, കുന്തിപ്പുഴയിൽ കൂടെ വെള്ളമൊഴുകി പോയത് ഒന്നും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല. ആ 70-കളിൽ പറഞ്ഞു വെച്ച ഈ കിതാബുണ്ടല്ലോ, CPIM-ന്റെ ഓത്തുവള്ളിയിൽ ആ പഴയ കിതാബ് അതുപോലെ ഇങ്ങനെ പറയാം. ഇത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ഓതുക. ഇതാണ് പണി. ഇതാണ് MP ഗോവിന്ദൻ, ഒരു പ്രധാനപ്പെട്ട അക്കാഡമിഷ്യൻ. രണ്ടാമത്തെ ഒരാളുണ്ട്, മൂപ്പർക്ക് ഏറ്റവും വിശ്വസ്തനായിട്ട് ഒരാള്. അയാൾ നിങ്ങൾക്ക് വല്ലാതെ അറിയാണ്ടാവില്ല. കോഴിക്കോട്ടുകാരനാ. ഒരു മനുഷ്യനെ കണ്ടുകൂടാ. അവിടുന്ന് പറഞ്ഞു വിട്ടതാ, അക്കാഡമിയിലേക്ക് പറഞ്ഞു വിട്ടതാ. ആദ്യത്തെ മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം കാരണം ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, അട്ടർ ഫെയിലിയർ ആണ് ഈ വിദ്വാനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത്. അല്ല നോക്കുക, നമുക്കൊരു നിയമങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു മൂപ്പരോട്. എന്താ മൂപ്പരെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ റൂം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാ. ആളുകൾ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോകുന്ന ഓഫീസാ. മൂപ്പരെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കില്ല. ഒരു 3-4 പുസ്തകം ഉണ്ടാവും എപ്പോഴും കയ്യിൽ. പുസ്തകം വിട്ട കളിയില്ല, പുസ്തകം കയ്യിലുണ്ടാവും. മൂപ്പരെ ഭാവമൊക്കെ കണ്ട ഏതാണ്ട് ഈ കാറൽ മാർക്സ് മയ്യത്താകുമ്പോ ഈ കിതാബൊക്കെ ഇയാളെ ഏൽപ്പിച്ചിട്ട് ഇതൊക്കെ കൊണ്ടുനടക്കുന്നത് ഇവനെ ഏൽപ്പിച്ച മട്ടിലാണ് അവന്റെ നടത്തം. ആ കാലത്തുള്ള അവന്റെ ഒരു കോപ്പ പറഞ്ഞു. വലതുഭാഗത്ത് വേറെ റൂമിൽ വേറെ ഒരാളുണ്ട്, PK ബിജു, കോട്ടയത്തുകാരനാ. വാസവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, VN വാസവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് കണ്ടുകൂടാ അവനെ. അജാതി ആളുകളെ കൊണ്ട് നടക്കുക. ഇവരൊക്കെയാണ് ക്ലാസ് എടുക്കുക. പിന്നെ വേറൊരു മഹാനായ നേതാവുണ്ട്, മലപ്പുറത്തുകാരനാ. ഇപ്പൊ സ്ഥിരതാമസം ഭാര്യ വീട്ടിൽ ഇവിടെ തൃശ്ശൂരാ. ഞാനൊരു അഭ്യർത്ഥന ഉണ്ട്, ഇടക്ക് വല്ല പരിപാടി അയാൾക്ക് കൊടുത്ത് കാഞ്ഞിരപ്പുഴ കൂടെ കൊണ്ടുവരണം. ഒരു പരിപാടി നിശ്ചയിച്ചു കൊടുക്കാൻ, എന്തെങ്കിലും ഒരു പരിപാടി നിശ്ചയിച്ചു കൊടുക്കാൻ ഗുണത്തിലാവും. ഇപ്പോഴൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നടന്നു പോയ വഴിക്ക് ഒരു പുല്ല് മുളക്കില്ല. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത്. വിജയരാഘവൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ നിശ്ചയിച്ച് നിങ്ങൾ കൊടുക്കണം. നമ്മൾ തീരുമാനിച്ചു കൊടുക്കുക. ഒരു പൊതുപരിപാടി നിശ്ചയിച്ചു കൊടുക്കുക. 2 പരിപാടി കൊടുത്താൽ നമ്മളെ കാര്യം വളരെ ഉഷാറായി. അതൊന്നും തീരുമാനിച്ചു കൊടുത്താൽ മതി നിങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പൊ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നിര. ഇവര് ക്ലാസ് എടുക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ജോലി. പിന്നെ CPIM-ലെ പ്രധാനപ്പെട്ട ഏർപ്പാടെന്ന് പറയുന്നത് പിരിവാണ്. ഇപ്പൊ ഞാൻ ഇന്നെന്റെ കൂടെ കാറിൽ വന്നപ്പോ നമ്മളെ ശിഹാബ് ഞാൻ എന്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. ശിഹാബ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ഇന്നെന്നോട് ഇപ്പൊ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല അത്. തുടങ്ങി അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ല, അവിടേക്ക് ആ വഴിക്കൊക്കെ വന്നിരുന്നു. അപ്പൊ പിരിവെടുത്ത് നടക്കുന്നുണ്ട്. ഒരു വെക്കറ്റി ഉണ്ട്, 2 കുറ്റി പുസ്തകമുണ്ട്. തുടങ്ങി. ഞാൻ ഇന്നിപ്പോ പറഞ്ഞ ഇങ്ങോട്ട് വരുമ്പോൾ അതാണ് എന്റെ ഓർമ്മ.
അതിന്റെ ഇടയിലാണ് ഇന്നലത്തെ പത്രത്തിൽ വാർത്ത ഞാൻ കാണുന്നത്. CPIM ആകെ മാറാൻ പോവുകയാണ്. എന്താണ്? വായിച്ചില്ല നിങ്ങൾ? എന്തിനും ഏതിനുമുള്ള പിരിവ് വേണ്ട എന്ന് CPIM തീരുമാനിക്കാൻ പോവുകയാണ്. അങ്ങനെ തീരുമാനിച്ചാൽ പാലക്കാട്ടെ സ്പിരിറ്റ് കച്ചവടക്കാരൻ മുതൽ ഗ്രഹണി പിടിച്ച ഇവിടെയുള്ള ഈ ചെക്കം പേരയുള്ള ആളുകൾ അന്ന് രാത്രിയും എന്നേക്കുമായിട്ട് അവസാനിക്കും. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ശ്രീകൃഷ്ണൻ അവതരിച്ചത് ഇതിനാ കംസനെ കൊല്ലാനാണേ. പുരാണല്ലത്, പുണ്യ പുരാണല്ലേ. മനസ്സിലാക്കിയിട്ടില്ലേ? ശ്രീകൃഷ്ണൻ അവതരിച്ചത് കൃഷ്ണനെ കൊല്ലാനാണ്. ഇവര് ജനിച്ചത് പിരിവെടുക്കാനാണ്. പിരിക്കാൻ വേണ്ടി ജനിച്ച കൂട്ടരാണ് ഇവര്. പിരിവ് നിർത്തുക എന്ന് പറഞ്ഞാൽ അവർ ഈ പാർട്ടിയിലില്ല എന്നാണ് അർത്ഥം. അതൊക്കെ തീരുമാനിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ജെൻസി മോഡലിലേക്ക് മാറുക എന്നും പറഞ്ഞ വാർത്ത അല്ല അല്ലേ? ജെൻസി മോഡലിലേക്ക് മാറുകയാണ്. നല്ലപ്പൻ കാലത്ത് നന്നാകാൻ വേണ്ടി നോക്കുകയാണ് ഇപ്പൊ CPIM. അതിനുവേണ്ടി വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റി തന്നെ ഇല്ല. പാർട്ടിയിൽ പാർട്ടി പ്ലീൻ ഉണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ്, പാർട്ടി പ്ലീൻ, അതൊക്കെ ഉണ്ട്, കമ്മിറ്റികളൊക്കെ ഉണ്ട്. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയാണ്. അത് ചർച്ച ചെയ്യാൻ പോകുക, നന്നാകുന്നതിനെ പറ്റി ആലോചിക്കാൻ. പണ്ടൊരു ചങ്ങായി പറഞ്ഞു, പട്ടാപ്പകല് പരസ്യമായിട്ട് മാടി വിളിച്ചപ്പോ വന്നിട്ടില്ല, എന്നിട്ടപ്പ ഇരുട്ടത്ത് കണ്ണിറുക്കി കാണിച്ചിട്ട് വരണേന്ന് വെച്ചു. നല്ല കാലത്ത് നന്നായിട്ടില്ല CPIM, നല്ല അവസരം ഉണ്ടായിട്ട് നന്നായിട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണ് CPIM നന്നാകാൻ നോക്കുന്നത്. നന്നാവൂല്ല നിങ്ങള്, CPIM നന്നാവില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. എന്നോട് ചെറിയ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴത് മനസ്സിലായത്? എടോ, ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല. 2023 അവസാനം, 2023 നവംബർ മാസം തുടങ്ങിയ പോരാട്ട CPIM-നകത്ത് ശരിക്കു വേണ്ടിയുള്ള പോരാട്ടം, നിലപാടിന് വേണ്ടിയുള്ള പോരാട്ടം, അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം, ഈ പാർട്ടിയുടെ ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്പിരിറ്റ് കച്ചവടം നടത്തുന്നതിനെതിരായിട്ടുള്ള പോരാട്ടം, പിടിച്ചുപറിക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടവുമായി 2023 നവംബർ മുതൽ തുടങ്ങിയ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ തുടർച്ചയിലാണ് CPIM വിടാൻ ഞാനും എന്റെ കൂടെയുള്ള ആത്മാഭിമാനമുള്ള സഖാക്കളും തയ്യാറായത് എന്ന് മനസ്സിലാക്കിക്കോ. CPM-മാരോടാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം കണ്ട് പോന്നതല്ല, ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് പോന്നതല്ല. UDF-ന്റെ ഗവൺമെന്റ് വരികയാണെന്ന് മുൻകൂട്ടി കണ്ടിട്ട് പോകുന്നതല്ല. അങ്ങനെയല്ലട്ടാ, അങ്ങനെയൊന്നുമല്ല. ആ ധാരണയിലേക്കൊക്കെ ഞങ്ങൾ എത്തിയത് അവസാന ഘട്ടത്തിലാണ്. ഞങ്ങൾ എത്തിയത് UDF ഭരണം മാറും, ഭരണം മാറിയില്ലെങ്കിലും ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കുമായിരുന്നു. ഒരു സംശയം വേണ്ട. ആ നിലപാടുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി.